താൻ പി കെ ശശി അനുകൂലി തന്നെയാണെന്ന് പാലക്കാട് മണ്ണാർക്കാട് CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കം എറിഞ്ഞ അഷ്റഫ് കല്ലടി 24-നോട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടവും CPIM ലോക്കൽ സെക്രട്ടറി മൻസൂറും കാറിലുണ്ടായിരുന്നു. രണ്ടുപേരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണെന്നും ചതിക്കുമെന്ന് കരുതിയില്ല എന്നും അഷ്റഫ് കല്ലടി പറഞ്ഞു. മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസമാണ് CPIM ഏരിയ കമ്മിറ്റി ഓഫീസിനു നേരെ ഒരു പടക്കമെറിഞ്ഞത്. ആ പടക്കമെറിഞ്ഞ കേസിലെ പ്രതിയെ പിടികൂടി. പക്ഷേ ആ പ്രതിക്ക് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. നമ്മോടൊപ്പം അഷ്റഫ് കല്ലടി ചേരുന്നു. അഷ്റഫ്, എന്ത് സംഭവിച്ചു? അത് ഞങ്ങൾ രണ്ടാം പടം സംസാരിച്ചിരിക്കുന്നു മൻസൂറിൻ്റെ കാറിൽ. അതുകൊണ്ട് പുറത്തിറങ്ങി ഞാനും ശ്രീരാജും തോളിൽ കൈക്കെട്ട് സംസാരിച്ച് പറഞ്ഞു, നിങ്ങൾ ആ പടക്കം പൊട്ടിച്ചില്ല, മുക്കണത്തെ ഒരു പരിപാടിയാണ് മിനിഞ്ഞാന്ന്, ഒരു ഡിസ്പെൻസറി ഉദ്ഘാടനം. അപ്പോൾ നിങ്ങളവിടെ പടക്കം പൊട്ടിച്ചില്ലേ, നിങ്ങൾ പടക്കം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് പൊട്ടിച്ചളാറണം. ഞാൻ പറഞ്ഞു, എന്തിനാ വെറുതെ നമ്മുടെ ഓഫീസിൻ്റെ മരത്തെ നമ്മൾ പൊട്ടിക്കുന്നത്, ആൾക്കാർക്ക് ഒരു അവസരം ഉണ്ടാക്കണം, ഇത് പൊട്ടിച്ചോ പറഞ്ഞു. ഇവരെ ഇങ്ങനെ ചതിക്കാന്നുള്ളത് നമ്മളറിഞ്ഞില്ല. പണ്ട് പോലെ അതിനെ ആരോ വണ്ടിയിലുണ്ടായിരുന്നു. ആ, ഒരു ചെറിയൊരു ഓലപ്പടക്കത്തിൻ്റെ ഒരു പാക്കറ്റ് 30 ചീനി പടക്കം. അത് അത് തന്നു. ഞാൻ ലേറ്റർ കൊടുത്ത് അത് വെച്ച റോട്ടിൽ തന്നെ വെച്ചു. ശ്രീരാജ് ഉണ്ടായിരുന്നു കൂടെ? ശ്രീരാജ് ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ശ്രീരാജ് പക്ഷേ മേഖലാ കമ്മിറ്റിക്ക് പോയി എന്നാണ് നമ്മളോട് പറയുന്നത്. അല്ലല്ല, പോയിട്ടില്ല. അപ്പോൾ പോയിട്ടില്ല. ഈ ഇത്തരത്തിൽ ഇപ്പോൾ CPM നേതാക്കളൊക്കെ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന തരത്തിലാണ് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള മറുപടി എന്താണ്? അത് അവരിപ്പോൾ ആൾക്കാരില്ലല്ലോ, പുറത്ത് ആൾ വിളിച്ചിട്ട് വേണ്ടേ. അപ്പോൾ ഞങ്ങൾ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഞങ്ങളപ്പോൾ ഉണ്ട്. ഇപ്പം ചെയ്ത് തെറ്റായി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ല, നമ്മൾ വാശിക്ക് പാർട്ടിയോടുള്ള വാശിക്ക് ചെയ്തൊന്നുമല്ല. ഓഫീസിൽ പൊട്ടിച്ചിട്ടില്ല, റോട്ടിൽ വെച്ചിട്ടാണ് ഒരു പടക്കത്തിന് തീ വളർത്തിയിട്ട് റോട്ടിൽ വെച്ചത്. ഓഫീസിനകത്ത് കയറിയിരുന്നോ അഷ്റഫ്? അവിടെ പോയിട്ട് ഏരിയ സെക്രട്ടറി അന്വേഷിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റി മെമ്പർമാരോട് വല്ലതും പറയുന്നതിലും ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴത്തെ അത് ഞങ്ങൾ മൂന്നാളും പാടെ ചായയും കുടിച്ചിട്ട് വണ്ടിയിൽ ഇരിക്കുന്ന സമയത്താണ്. ചായ കുടിച്ച് വന്ന് വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചങ്കുമാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവർ തെറ്റോ മുണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ പോലും ഇപ്പോഴും എൻ്റെ പഴയ ചങ്കും ഇത് തന്നെയാണ്. ഞങ്ങൾ തോളിൽ കൈയൊക്കെ ഇട്ടിട്ട് തന്നെ അവിടെ നിന്ന് സംസാരിച്ചിരുന്നു. പി കെ ശശിയുടെ അനുകൂലിയാണ്. അത് അങ്ങനത്തെ ഇനി എന്താ ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടോ? ശശിക്കെതിരെ പോലും മുദ്രാവാക്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM ശ്രീരാജൊക്കെയാണ് മുദ്രാവാക്യം വിളിച്ചത്. അവർക്ക് വിളിക്കാനുള്ള പറ്റുള്ളൂ. അവർ പറഞ്ഞൊന്നും നേരെ തെളിയിക്കാനും അവർക്ക് പറ്റിയിട്ടില്ലല്ലോ.